ഇൻഷുറൻസ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് പറയുന്നത്. പ്രോഫിറ്റ് ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അത് കുറേ നമ്പർ ഓഫ് ഇയേഴ്സിനുള്ളതാണ്. ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ ഒരു ഇയറിലെ ഇൻകം അസർട്ടൈൻ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ക്ലെയിം എന്ന് പറയുന്നത് ഇൻഷുർഡിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ആ പോളിസിയുടെ എക്സ്പയർഡ് പീരീഡ് ആയാലോ ആണ് റേസ് ചെയ്യുക. സോ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ പ്രീമിയം എന്ന് പറയുന്നത് റിസീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇൻഷുർഡ് ജീവിച്ചിരിക്കുമോ, ഇൻഷുർഡിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രീമിയം റിസീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു കാര്യമുള്ളത്. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ക്ലെയിം എറൈസ് ചെയ്യുമോ അതേപോലെ തന്നെ പ്രീമിയം റിസീവ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് അത് ഡൗട്ട്ഫുൾ ആണ്. ആ ഗ്യാപ്പിനെയാണ് നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നെറ്റ് ലയബിലിറ്റി ഈസ് ദ എക്സസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്ലൈംസ് ഓഫ് കറണ്ട് പോളിസീസ്. കറണ്ട് പോളിസീസിൻ്റെ ഫ്യൂച്ചർ ക്ലൈമിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് ലയബിലിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, എന്തിനേക്കാളും over the present value of premium to be received in future in respect of current policy. കറണ്ട് പോളിസിയുടെ റിസീവ് ചെയ്യുന്ന പ്രീമിയം, ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യുന്ന പ്രീമിയം അതിനേക്കാളും കൂടുതലാണ് നെറ്റ് ലയബിലിറ്റി എങ്കിൽ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ലയബിലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ, അതായത് അഷ്യൂറൻസ് ഫണ്ട് എന്ന് പറയും, ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കാൻ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് പോളിസീസിൻ്റെ, അതായത് ഇനി ഉള്ള പോളിസീസിൻ്റെ ഒക്കെ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ലയബിലിറ്റി അസർട്ടൈൻ ചെയ്തിട്ട് വേണം നമുക്കിവിടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്രോഫിറ്റ് കാണുന്ന ആ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് ആക്ച്വറീസ് ആണ്. അങ്ങനെ ആ കാൽക്കുലേഷൻസ് ചെയ്യുന്ന എക്സ്പേർട്സിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വറീസ് എന്നുള്ളത്. അവർ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ ആക്ച്വറൽ വാല്യൂഷൻ എന്നാണ് പറയുക. ആക്ച്വറീസ് എന്നുള്ള എക്സ്പേർട്സ് ഇങ്ങനെ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കാണുന്ന ആ പ്രോസസ്സിനെ ആക്ച്വറൽ വാല്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ആക്ച്വറൽ വാല്യൂഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ കേസിൽ 2 വർഷത്തിൽ ഒരിക്കലാണ് ആക്ച്വറീസ് ഇങ്ങനെ ആക്ച്വറിയൽ വാല്യൂഷൻസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഫിറ്റോ ലോസോ, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് ലയബിലിറ്റിയും അതേപോലെ തന്നെ ലൈഫ് അഷ്യൂറൻസ് ഫണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ഒരു വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരച്ചിട്ടാണ് ഈ കമ്പാരിസൺ ചെയ്യുന്നത്. ലൈഫ് അഷ്യൂറൻസ് ഫണ്ട് നെറ്റ് ലയബിലിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സസ് വരുന്ന എമൗണ്ടിന് നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയും. അതല്ല, ലൈഫ് അഷ്യൂറൻസ് ഫണ്ടിനേക്കാളും കൂടുതൽ നെറ്റ് ലയബിലിറ്റി ആണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ ലോസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പേജ് നമ്പർ 265 കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറീസ് വാല്യുവേഷൻ എന്നാണ്. ക്രെഡിറ്റ് സൈഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നമ്മൾ സർപ്ലസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡും ഡെഫിസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡും വരും. ഇനി ഇതിനകത്ത് പറയാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ആണ്. നമുക്ക് സർപ്ലസോ ഡെഫിസിറ്റോ എന്തെങ്കിലും ഒന്ന് കിട്ടും. ഈ സർപ്ലസ് ആണ് കിട്ടിയതെങ്കിൽ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 28 പറഞ്ഞിട്ടുണ്ട്, സർപ്ലസ് ആണെങ്കിൽ, ഇൻഷുറൻസ് കമ്പനിക്ക് സർപ്ലസ് ആണെങ്കിൽ അതിൻ്റെ 95% പോളിസി ഹോൾഡേഴ്സിന് ബോണസിൻ്റെ ഫോമിൽ പ്രോഫിറ്റിൻ്റെ പോളിസീസ് പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ബാലൻസ് 5% സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ചില പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ പോളിസി ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് പോളിസീസ് പ്രകാരം ഈ പോളിസി ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് പേ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് പേജ് നമ്പർ 265 തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ സർപ്ലസ് ആസ് പെർ വാല്യൂഷൻ ബാലൻസ് ഷീറ്റ്, നമ്മൾ വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് ചെയ്തിട്ട് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടും നെറ്റ് ലയബിലിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് ആണ് കിട്ടിയതെങ്കിൽ ആ സർപ്ലസ് ആദ്യം എഴുതാം. അതിൽ നിന്ന് ആക്ച്വറിയൽ എക്സ്പെൻസസും ഡിവിഡൻഡ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സും ലെസ് ചെയ്യുക.
അതിനുശേഷം കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ ഓൾറെഡി ഇൻ്ററിംഗ് ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് സർപ്ലസ് കിട്ടും. ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 95%ഉം സർപ്ലസിൻ്റെ 95%ഉം പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് കൊടുക്കേണ്ടതാണ്. ഈ ബോണസ് പേ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇൻ്ററിംഗ് ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അവിടെ. ഇനി ഒരു പ്രോബ്ലം ആണ് പറയാനുള്ളത്. എക്സാമ്പിൾ 5 ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാല്യുവേഷൻ മെയ്ഡ് വൺസ് ഇൻ എവറി 2 ഇയർ. 2 വർഷം കൂടുമ്പോൾ വാല്യുവേഷൻ നടത്താറുണ്ട് അവർ. അതായത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ആക്ച്വറിയൽ വാല്യുവേഷൻ നടത്താറുണ്ട്. ഇറ്റ്സ് ലൈഫ് അഷുറൻസ് ഫണ്ട് ഓൺ 31st December 2020 എമൗണ്ടഡ് ടു 80 lakh. അവരുടെ ലൈഫ് അഷുറൻസ് ഫണ്ട്, അതായത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. ബിഫോർ പ്രൊവൈഡിങ് ₹80,000 ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഫോർ ദ ഇയർ 2020. 2020 ഡിവിഡൻഡ് അവർ ഷെയർ ഹോൾഡേഴ്സിന് 80,000 കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഫണ്ടാണ് ഈ 80 ലക്ഷം എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വറിയൽ വാല്യുവേഷൻ ഡൺ ഓൺ 31st December 2020. 31st December 2020 അതിൻ്റെ ആക്ച്വറിയൽ വാല്യുവേഷൻ നടന്നിരിക്കുന്നത്. അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്ലോസ്ഡ് നെറ്റ് ലൈബിലിറ്റി ഓഫ് ₹76 lakh. നെറ്റ് ലൈബിലിറ്റി 76 ലക്ഷമാണ്. അണ്ടർ അഷുറൻസ് ആനുറ്റി കോൺട്രാക്ട്. ആൻ ഇൻ്ററിംഗ് ബോണസ് ഓഫ് ₹1 lakh വാസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡർ ഡ്യൂറിംഗ് ദ 2 years എൻഡിങ് 31st December 2020. ഈ 2 വർഷവും അവർ ഇൻ്ററിംഗ് ബോണസ് ₹1,00,000 പേ ചെയ്തിട്ടുണ്ട്. 31st December 2020 അവസാനമായപ്പോഴാണ് അവർ പേ ചെയ്തത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എമൗണ്ട് നൗ അവൈലബിൾ ആസ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫോർമാറ്റ് പ്രകാരം ബോണസ് പേയബിൾ ടു പോളിസി ഹോൾഡേഴ്സ് അത് കാണണം. ആദ്യം വാല്യുവേഷൻ ചെയ്തിട്ട്, അതായത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരച്ച് സർപ്ലസോ ഡെഫിസിറ്റോ കണ്ടിട്ട് സർപ്ലസ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്.